സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന പാഠം, അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നന്മയായിട്ട് മാറ്റി തീർക്കണമേ. ഞങ്ങളെ കംഫർട്ട് ചെയ്യാനും ഞങ്ങളെ എൻകറേജ് ചെയ്യാനും കർത്താവ് തന്നെ ഈ വചനം തരാൻ പോകുന്നതിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു. ലോർഡ് കർത്താവ്, യു സ്പീക്ക് ടു അസ് ലോർഡ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്നെ വളരെ ധൈര്യപ്പെടുത്തിയ ഒരു വേദഭാഗമാണ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് സെക്കരിയ പ്രവചനത്തിൽ നിന്നാണ്. സെക്കരിയ പ്രവചനത്തിന്റെ ആക്ച്വലി ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ സെക്കരിയ പ്രവചനം ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനകത്ത് 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ഒക്കെ വളരെ എൻകറേജിങ് ആയിട്ട്, അതായത് ദൈവം എങ്ങനെ തെറ്റിപ്പോയ യെരുശലേമിനെ, പ്രവാസത്തിൽ പോയ ഇസ്രായേൽ മക്കളെ തിരിച്ചു കൊണ്ടുവരികയും അവരെ ധൈര്യപ്പെടുത്തുകയും ഞാൻ നിന്റെ ചുറ്റും തീമതിലായിരിക്കും എന്ന് പറഞ്ഞതായിട്ട് വായിച്ചു. ഞാൻ അതൊക്കെ വായിച്ച് എന്നെ ഒത്തിരി തന്നെ ധൈര്യപ്പെടുത്തി. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് സെക്കരിയ 2:4 വായിക്കുക. അതല്ല എന്റെ ഇന്നത്തെ ചിന്താവിഷയം. സെക്കരിയ 3 എന്നാൽ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് വായിക്കുന്ന ഒരു ഭാഗം വായിക്കാം. ആദ്യം, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരുശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയുക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ഇതെല്ലാം വളരെ എൻകറേജിങ് ആയിട്ടുള്ള, അതായത് ഏതിന്റെ കോണ്ടെക്സ്റ്റിലാന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വേലയോടുള്ള കോണ്ടെക്സ്റ്റിൽ. അതായത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആ വേലയെ കർത്താവ്, അതായത് 1-ാം അധ്യായത്തിൽ വളരെ തെറ്റിപ്പോയ യെരുശലേമിനെ പറ്റി, അല്ലെങ്കിൽ വളരെ കർത്താവിനെ അന്വേഷിക്കുന്നതിന് പകരം ലൗകിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ അത് ചെയ്യാതെയോ കർത്താവിന് പുറകെ പോകാതെ ഇരിക്കുന്ന ഒരു യെരുശലേമിനെ പറ്റി വായിക്കുമ്പോൾ 2-ാം അധ്യായത്തില് കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ കർത്താവ് എങ്ങനെയാക്കും, കർത്താവ് മിനിസ്ട്രിയെ എങ്ങനെ ബ്ലെസ് ചെയ്യുമെന്നാണ് 2-ാം അധ്യായത്തിൽ. അത് വായിച്ച് ഞാൻ വളരെയധികം ധൈര്യപ്പെട്ടു. പക്ഷെ അതിനുശേഷം കഴിഞ്ഞ ആഴ്ച എന്നെ തന്നെ ഞാൻ തന്നെ നാണിക്കുന്ന രീതിയിൽ എനിക്ക് പല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഇടയായി. കർത്താവിന്റെ സന്ധിയിൽ ഒരു വിധത്തിലും എനിക്ക് കർത്താവ് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ, ഈ ഒരു തോട്ട് പല സമയത്ത് എന്റെ ചിന്താഗതിയിൽ വന്നു. അപ്പൊ ഞാൻ ഒത്തിരി വിഷമിച്ചു. കർത്താവ്, ഈ രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ലെങ്കിൽ കർത്താവ് എങ്ങനെയാ അത് എന്നോട് എന്താ സംസാരിക്കേണ്ടത്? അപ്പൊ ഞാൻ 3-ാം അധ്യായം വായിച്ചപ്പം 3-ാം അധ്യായം ഒന്ന് ശ്രദ്ധിക്കണേ, വളരെ എന്നെ എൻകറേജ് ചെയ്തു. അതായത് ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ ദൈവം പറയുന്ന വഴിയിൽ ഒരു ദൈവമകനോ ദൈവമകളോ തെറ്റിപ്പോകുമ്പോൾ കർത്താവ് എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന്, കർത്താവ് എങ്ങനെയാ എൻകറേജ് ചെയ്യുന്നതെന്ന്, അതായത് എനിക്കത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ആ സിനാരിയോ ഒന്ന് ആലോചിക്കണം. അതായത് കർത്താവിനെ വേണ്ടി വളരെയധികം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ തെറ്റിപ്പോവുക, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞതൊക്കെ തെറ്റായിരിക്കും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വാക്കുകളാണോ പറഞ്ഞത് എന്ന് തോന്നുന്ന സമയത്ത് വളരെ വളരെ നടക്കുന്ന ഒരു കാര്യമായി 3-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കുവാ ഞാൻ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ എപ്പോഴും എന്റെ മനസ്സിൽ വന്നു, ശരിയാ, എല്ലാ സമയത്തും ദൈവമക്കൾ ദൈവ വഴിയിൽ നടക്കാതെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഏതെങ്കിലും സംസാരിക്കുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മളെ കുറ്റം ചുമത്താനായിട്ട് സാത്താൻ അവിടെ ഉണ്ട്. ഇത് ശ്രദ്ധിക്കണം. ഈ മഹാപുരോഹിതന്റെ കാര്യമാണ് പറയുന്നത്. മഹാപുരോഹിതൻ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കുന്ന ഒരാള് വളരെ സൂക്ഷിച്ച് അവർ തെരഞ്ഞെടുക്കുന്ന ഒരാളാണ്. അതായത് ആ മഹാപുരോഹിതൻ തെറ്റ് ചെയ്താൽ അവിടെ ആ ദേവാലയത്തിനകത്ത് മരിച്ചു വീഴും. അവനെ പിന്നെ കാലിക്കെട്ടിരിക്കുന്ന ഒരു ചങ്ങല വെച്ചിട്ട് വെളിയിൽ എടുക്കാനേ പറ്റുള്ളൂ. അത്ര വിശുദ്ധമാ ദൈവത്തിന്റെ കാര്യങ്ങളും അത്ര കെയർഫുൾ ആയിട്ട് അവർ മഹാപുരോഹിതനെ ചൂസ് ചെയ്യുന്നത്. നമ്മള് എല്ലാവരും മഹാപുരോഹിതൻ എന്നുള്ള സ്ഥാനത്ത് അല്ലെങ്കിൽ പോലും പുരോഹിതന്മാരായിട്ടാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. ഒരു പുരോഹിതൻ എന്ന് വെച്ചാൽ എന്തുവാ? ഞാനും എന്നെ കേൾക്കുന്ന ഓരോരുത്തരും കർത്താവിന്റെ സന്നിധിയിൽ പുരോഹിതന്മാരായിട്ടാ, സെയിൻസ് ആയിട്ട്, പ്രീസ് ആയിട്ടാ. ഒരു പുരോഹിതന്റെ ജോലി എന്തുവാ ദൈവം ഉദ്ദേശിക്കുന്നത്? അതായത് ദൈവത്തെയും മനുഷ്യരെയും കൂടി തമ്മിൽ നിരപ്പിക്കാനായിട്ട്. അതായത് ഒരു മനുഷ്യൻ തെറ്റിപ്പോകുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവരെ തേടി പിടിച്ച് അവരുടെ അടുത്ത് പോയി
ദൈവത്തെ പറ്റി, ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും മഹത്വവും, അതേസമയം ദൈവത്തിന്റെ അനീതിയോടും പാപത്തോടുമുള്ള വെറുപ്പും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക്, മാനസാന്തരത്തിലേക്ക് ഒരാളെ നയിക്കുക. ഇതാണ് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ തെറ്റുകളും കുറ്റങ്ങളും എപ്പോഴും വരാം. അതാണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനെ വരുമ്പോ കർത്താവ് എന്താ ഇവിടെ പറയുന്നത്? 2-ാമത്തെ വാക്യം ഞാനത് വായിച്ച് വളരെ ധൈര്യപ്പെടുകയും അതേസമയം വളരെ ബ്രോക്കൺ ആകുകയും ചെയ്തു. 2-ാമത്തെ വാക്യം, ഓക്കെ, ആദ്യം വായിച്ച എന്തുവായിരുന്നു? കുറ്റം ചുമത്തുവാൻ അവന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നത് കാണിച്ചു തന്നു സാത്താന്. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ഈസ് ദിസ് നോട്ട് എ ബ്രാൻഡ് കാസ്റ്റ് അവേ ഓർ കാസ്റ്റ് അവേ പ്ലക്ഡ് ഫ്രം ദ ഫയർ? അതാ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സാത്താൻ എന്നെ കുറ്റം ചുമത്താനായിട്ട്, ഓക്കെ, നിന്റെ മകളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണല്ലോ അവൾ സംസാരിക്കുന്നത്, ഇങ്ങനെയാണല്ലോ അവൾക്ക്. ഞാൻ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു, എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ തോമസ് ചേർച്ചിൽ പ്രസംഗിച്ച പ്രസംഗത്തില് നമ്മൾ എങ്ങനെ ഒബ്സ്റ്റക്കിൾസ്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ്, ഒബ്സ്റ്റക്കിൾസ് ആകാം, അല്ലെങ്കിൽ ദൈവം നമ്മളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്. അതിനകത്തൊരു വാക്യമുണ്ട്, ഇൻ മച്ച് എൻഡ്യോറൻസ്. അതായത് നമുക്ക് വളരെ കഷ്ടപ്പാട് വരുമ്പോഴും വളരെ സഹിഷ്ണുത ആവശ്യമാണ്. അപ്പൊ ഒരു സഹിഷ്ണുത ഇല്ലാതെ നമ്മൾ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നത് തന്നെ ദൈവത്തിന് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവമാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടിയത്. പക്ഷെ നമുക്ക് തീരെ സഹിഷ്ണുത കുറവാ. പലപ്പോഴും എനിക്ക് സഹിഷ്ണുത കുറവാ. പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്യും. അപ്പൊ ദൈവം എന്നെ അത് ഓർപ്പിക്കുമായിരുന്നു. ഞാൻ ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോഴാ എന്റെ ഈ വാക്യം അന്ന് വൈകിട്ട് തന്നെ വാക്യം കർത്താവ് എനിക്ക് ഓർപ്പിച്ചു തന്ന കർത്താവിന്റെ വചനത്തിൽ നിന്ന്. അതായത് കർത്താവ് സാത്താനോട് പറയുക, ബീന അല്ലെങ്കിൽ ഈ മകള് തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയ, അവൾക്ക് ഈ കുറ്റം എന്തെങ്കിലും കാണുമായിരിക്കും, പക്ഷേ കർത്താവ് നിന്നെ ഭത്സിക്കുന്നു എന്ന് സാത്താനോട് പറഞ്ഞു. എന്നിട്ട് 3-ാമത്തെ വാക്യം, എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു ദൂതന്റെ മുൻപിൽ നിൽക്കുക. അതായത് വളരെ മുഷിഞ്ഞൊരു വസ്ത്രമായി യോശുവ ധരിച്ചിരുന്ന. അതായത് നമ്മള് തെറ്റ് ചെയ്യുമ്പോഴും കറ പുരണ്ട തുണി പോലെ നമ്മുടെ റൈച്ചിയസ് ഡീഡ്സിനെ പറ്റി യെശയ്യാവ് അവസാനം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുക, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഒത്തിരി അങ്ങ് കംഫർട്ടഡ് ആയി. അതായത് കർത്താവ് എന്റെ സഹിഷ്ണുത കുറവും എന്റെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം കർത്താവ് മാറ്റി. എനിക്ക് ഓർമ്മ വന്നത് 13-ാം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയിട്ട്, അങ്ങനെ കാല് കഴുകേണ്ട ആവശ്യമുണ്ട് മക്കളെ എന്ന് പറഞ്ഞ ആ കാര്യമാണ്. അപ്പൊ കർത്താവ്, ഞാൻ ഒരു വിശ്വാസി അല്ലെങ്കിൽ ദൈവ വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതല് തെറ്റ് ചെയ്യുന്ന സമയത്ത് ആ തെറ്റ് റിയലൈസ് ചെയ്ത് അതിനകത്ത് ഒത്തിരി ദുഃഖിച്ച് അതിൽ കിടന്ന് വിഷമിക്കാൻ ദൈവം ഇടവരുത്തത്തില്ല. കർത്താവ് പറയുക, ആ മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട്, മുഷിഞ്ഞ വസ്ത്രം മാറ്റുക മാത്രമല്ല ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. ഞാനിപ്പോ ഓർത്ത്, കർത്താവെ, പിന്നെയും കർത്താവ് എന്നെ സ്വീകരിക്കുവാണോ? ഞാൻ ഇത്രയും കർത്താവിന്റെ സന്നിധിയിൽ തെറ്റിപ്പോകുന്ന ഒരു മകള്, ഇത്ര കുറവുകൾ ഒരാളിനെ കർത്താവ് പിന്നെയും എന്നെ, അത് മാനുഷിക വാക്കുകളല്ല, ദൈവിക വാക്കുകളാ ഇത്. ദൈവത്തിന്റെ വചനം എത്രയാ നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ വചനം എന്തോ, ഞാൻ ഉത്സവ വസ്ത്രം നിന്നെ ധരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് 5-ാം വാക്യത്തിൽ, അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ. ഒരു ടേബൻ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ക്ലീൻ ടേബൻ, ഒരു തലപ്പാവ്. അതായത് ഞാൻ ഇവളെ സീൽ ചെയ്തിരിക്കുക, കർത്താവിന്റെ അഡ്വക്കേറ്റാ. എനിക്ക് വേണ്ടി പിതാവിന്റെ മുമ്പിൽ പക്ഷപാതം ചെയ്യുന്ന കർത്താവ് പറയുക, ഞാന് ഈ മകൾക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുത്തതാ, ഈ മകന് വേണ്ടി എന്റെ ജീവനെ കൊടുത്തവൾ എന്റെ സ്വന്തമാ, എന്റെ റൈച്ചസ്നെസ്, എന്റെ നീതിയാ ഞാൻ അവളെ ഉടുപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് സാത്താൻ ആ സ്ഥലത്തുനിന്ന് പായിച്ചു കളയുക. നീ എന്റെ മകളാ, ഞാൻ അവളെ നോക്കിക്കോളാം. അവളുടെ ആ മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് ഞാൻ അവളെ കഴുകിയിട്ട് ഞാൻ അവൾക്ക് ഉത്സവ വസ്ത്രം തരും.
അങ്ങനെ എനിക്കത് അത് എനിക്ക് കംഫർട്ടും ഹംബ്ലിങ്ങും സ്ട്രെങ്തനിങ്ങും എല്ലാം കൂടെ ഒരേ ഇതില് ഈ വാക്യം വായിച്ചപ്പോ എനിക്കുണ്ടായി. എന്നിട്ട് അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത്, അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ച് യഹോവയുടെ ദൂതനോ അടുക്ക് നിൽക്കായിരുന്നു. യഹോവയുടെ ദൂതന് യോശുവയോട് അപേക്ഷിച്ച് സാക്ഷീകരിച്ച എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തെറ്റിപ്പോകുമ്പോൾ കർത്താവ് നമ്മളെ കഴുകുകയും, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വന്നാലേ, തിരിച്ചു വന്നാലേ അത് ആ കഴുകൽ നടക്കുകയുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ അവിടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ വാക്യത്തില് യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നത്, യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നത്. അപ്പം യഹോവയുടെ ദൂതൻ ഇവിടെ പിന്നെ പല പ്രാവശ്യം ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന യേശു കർത്താവിനെ തന്നെയാണ്. അപ്പൊ യേശു കർത്താവിന്റെ സന്നിധിയിൽ യോശുവ വന്നത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ കാര്യം യോശുവയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നമ്മള് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളും മടുത്ത് നമ്മളെ തന്നെ വെറുത്തൊക്കെ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ കർത്താവ് എന്തോ ഇവിടെ ചെയ്യുന്നത്. 6-ാം വാക്യം, യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ച് എന്നാൽ സൈന്യങ്ങൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. ഞാൻ അത് ഇംഗ്ലീഷിലും കൂടെ വായിക്കാം. Thus says the Lord of hosts, if you will walk in my ways and if you will perform my service, then you will also govern my house and also have charge of my courts, and I will grant you free access among those who are standing here. ഞാനിപ്പോ ഓർക്കുമായിരുന്നു, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കർത്താവിന്റെ സന്നിധിയിലോട്ട് മാനസാന്തരത്തോടെ, ഇപ്പൊ ഞാൻ ചെയ്തത് ശരിയാ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും മിടുക്കിയ, ഞാൻ എന്നെ കവിഞ്ഞൊരു വിശുദ്ധിയുള്ള ഒരാളില്ല എന്നുള്ള ആരെങ്കിലും ചിന്തിച്ചാൽ അവർക്ക് ഇതൊന്നും ഇല്ല. പക്ഷെ എങ്ങനെ ദൈവസന്നിധിയിൽ നുറുങ്ങിയ കർത്താവെ, ഞാൻ തെറ്റിപ്പോവാന്നല്ലോ, പിന്നെയും ഞാൻ തെറ്റിപ്പോവാം. എന്റെ നോട്ടത്തില്, എന്റെ ഭാവത്തില്, എന്റെ വാക്കുകളില്, എന്റെ എല്ലാ കാര്യത്തിലും, എന്റെ ചെയ്തികളില്, കർമ്മങ്ങളിലും ഒക്കെ ഞാൻ തെറ്റിപ്പോവാന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലോട്ട് വരുമ്പോഴ് ഓടി വരും സാത്താന്. എന്തിനാ? അക്യൂസ് ചെയ്യാനായിട്ട്, കുറ്റം ചുമത്താനായിട്ട്. ഉടനെ കർത്താവ് സാത്താനോട്, The Lord rebuke you, യഹോവയായ ദൈവം നിന്നെ ഫത്സിക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിച്ചു പായിച്ചിട്ട് കർത്താവ് കഴുകി ശുദ്ധീകരിച്ചിട്ട് എന്നിട്ട് ഉത്സവ വസ്ത്രം തന്നതിന് ശേഷം കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? കർത്താവ് അടുത്ത ഒരു അഡ്മോണിഷൻ തരുക. ഇഫ് യു വിൽ വാക്ക് ഇൻ മൈ വേസ്, നീ എന്റെ വഴികളിൽ നടന്നിട്ട്, ഇഫ് യു വിൽ പെർഫോം മൈ സർവീസ്, 7-ാമത്തെ വാക്യം, നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ, അതായത് കർത്താവിന്റെ കാര്യം നോക്കുകയും ചെയ്താൽ, then you will also govern my house. അപ്പൊ നിനക്ക് എന്ത് ചെയ്യും? നീ എന്റെ ആലയത്തെ പരിപാലിക്കും. ദൈവത്തിന്റെ കർത്താവ് പറയുക, പിന്നെയും കർത്താവിനെ ബലപ്പെടുത്തി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ, കർത്താവിന്റെ വേല ചെയ്യാൻ, അല്ലെങ്കിൽ എന്റെ മനസ്സിലെ കർത്താവെ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും തെറ്റുകളും കുറവുകളും ഉള്ള എനിക്ക് എങ്ങനെ അങ്ങേ പറ്റി ഒരു വാക്ക് പറയാനുള്ള പ്രാഗൽഭ്യം ഉണ്ട്. അപ്പോഴാ കർത്താവ് പറഞ്ഞ്, യു വിൽ ഓൾസോ ഗവേൺ മൈ ഹൗസ്, യു വിൽ ഹാവ് ചാർജ് ഓഫ് മൈ കോർട്സ്. എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും. വലിയ റെസ്പോൺസിബിലിറ്റിയാ ദൈവത്തിന്റെ സഭയും സൂക്ഷിക്കാനായിട്ട്. ആൻഡ് ഐ വിൽ ഗ്രാൻഡ് യു ഫ്രീ ആക്സസ് അമംഗ് ദോസ് ഹു ആർ സ്റ്റാൻഡിങ് ഹിയർ. എന്റെ ആലയത്തിൽ, എന്റെ സന്നിധിയില് നിനക്ക് എപ്പോ വേണമെങ്കിലും വരാം. നിന്റെ റിക്വസ്റ്റും കൊണ്ട് ഇങ്ങോട്ട് വരാം. നിന്റെ അപേക്ഷകളോട് നീ ആർക്ക് വേണ്ടി ഇന്റർസീഡ് അല്ലെങ്കിൽ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്നോ അതൊക്കെ ചെയ്യാനായിട്ട് നിനക്ക് ഇങ്ങോട്ട് വരാം. ഞാനിത് വായിച്ചു, പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് പറയാനുള്ളത്, കർത്താവ് എത്ര ക്ഷമയോടെയാണ് നമ്മൾ ഓരോരുത്തരോടും ഇടപെടുന്നത്. ഈ ഒരു ക്ഷമ തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്കും കാണിക്കാനായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് ഞാൻ പഠിച്ചു. യോശുവയെ പോലെ മഹാപുരോഹിതൻ, ഇത് പഴയ യോശുവ അല്ല, ഇത് വേറൊരു യോശുവയാ. ഈ യോശുവയെ പോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും തെറ്റുകളും കുറവുകളും വരും. പക്ഷെ അതിന്റെ മേലെ കർത്താവ് ആഗ്രഹിക്കുന്നത് വളരെ വളരെ ഒരു പശ്ചാത്താപം. പത്രോസിനുണ്ടായ പോലെ പത്രോസ് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലോട്ട് തിരിച്ചു വരുമ്പോൾ കർത്താവ് എന്നിട്ട് പറയാം, നീ എന്തോ ചെയ്യേണ്ടത്? എന്റെ വഴികളിൽ നടക്കണം. എന്റെ വഴികളിൽ നടക്കണമെന്ന് വെച്ചാൽ കർത്താവിനെ അതുപോലെ പിന്തുടരണം. കർത്താവിന് വചനം വായിച്ചാലേ എങ്ങനെയാ പിന്തുടരുന്നത്? നമ്മൾ ഇൻസ്ട്രക്ഷൻ മാനുവൽ അല്ലെങ്കിൽ നമ്മൾ
ഒരു റോഡ് മാപ്പ് നമ്മൾ ഗൂഗിളിൽ ഉപയോഗിച്ചല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ മാപ്പ് പറയുന്ന രീതിയിൽ പോയാലേ നമ്മുടെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കൂട്ട് കർത്താവിനെ ഫോളോ ചെയ്ത് കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം ജീവിക്കുമ്പോൾ കർത്താവ് പറയുക, യു വിൽ ഗവേൺ മൈ ഹൗസ്, എന്റെ ആലയത്തെ പരിപാലിക്കും, എന്റെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും. ഞാൻ ആ പ്രാകാരങ്ങൾ ഓർക്കുമായിരുന്നു, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാകാരങ്ങൾ. അതൊക്കെ സൂക്ഷിക്കാൻ ഒരു 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 യോഗ്യതയില്ല. കർത്താവ് നീ അത് ചെയ്യും. അത് മാത്രമല്ല, നിനക്ക് ഫ്രീ ആക്സസ് ഉണ്ട് ഇങ്ങോട്ട്. ഈ നിൽക്കുന്നവരിടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. ചിന്തിക്കാൻ വയ്യ, എത്ര വലിയ പദവിയാ. എവിടെ കിടന്നാ ഞാൻ ഒരു മിനിറ്റ് മുമ്പേ. പക്ഷെ കർത്താവിന്റെ സന്ധിയിലോട് നുറുങ്ങിയ ഹൃദയത്തോടെ പശ്ചാത്താപത്തോടെ കർത്താവ് എന്നെ തന്നെ താഴ്ത്തി കർത്തസന്ധിയിൽ വന്നപ്പോൾ കർത്താവ് എനിക്ക് തന്ന കാര്യം പറയാൻ പറ്റില്ല. എന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി എനിക്ക് ഉത്സവ വസ്ത്രം തന്നു, തലയിൽ ഒരു തലപ്പാവ് ക്ലീൻ ആയിട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു ഇനിയും നീ കണ്ടിന്യൂ ചെയ്ത് എന്റെ വഴിയിൽ നടന്നാൽ ഞാൻ എന്റെ ആലയത്തെ പരിപാലിക്കാൻ, എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കാൻ, ഇത് മാത്രമല്ല ഫ്രീ ആയിട്ടുള്ള ആക്സസ്, എപ്പോ വേണമെങ്കിലും നിനക്ക് എന്റെ സന്ധിയിൽ വരാം. ഇത് മുഴുവൻ കർത്താവ് ചെയ്ത് ഞാൻ അനുഭവിച്ച കാര്യമായി 2-3 ദിവസമായിട്ട് അനുഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. കർത്താവിനുള്ള ധൈര്യം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ ഷെയർ ചെയ്ത കാര്യം കർത്താവ് നിങ്ങൾ ആർക്കൊക്കെ ഇത് പ്രയോജനമാവുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് വളരെ വിലയേറിയ ഒരു ദൈവവചനവും ഞാനതിനെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. ഓ കർത്താവ് അങ്ങ് ചെയ്തല്ലോ എന്നോർത്ത് നമ്മളെ സഹായിക്കട്ടെ. ആരെങ്കിലും ഒരു സഹോദരിക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കാം. കർത്താവ് അങ്ങ് സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവം ഈ വചനം കർത്താവ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അടിയന്റെ ജീവിതത്തിൽ പ്രയോജനമായ പോലെ ഈ പ്രിയ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രയോജനമാക്കി അങ്ങ് തീർക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.